ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബുധനൂർ ഉള്ള വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, അതിപുരാതനമായ പരബ്രഹ്മ ക്ഷേത്രമാണ് ബുധനൂർ വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രം. ഇന്നത്തെ നിലയിൽ പണി കഴിപ്പിച്ചിട്ട് ഏകദേശം 8 മാസത്തോളം ആകുന്നുള്ളൂ. നിങ്ങൾ ഈ കാണുന്ന ഈ അലങ്കാര ഗോപുരമൊക്കെ വന്നിട്ട് ഏകദേശം 8 മാസം ആകുന്നുള്ളൂ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് സമാനമായി ഇവിടെയും ഭഗവാൻ പരബ്രഹ്മമൂർത്തിയായി അമ്പലമില്ലാതെ ആൽത്തറയിലാണ് കുടികൊള്ളുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദിവസേന എത്തിച്ചേരുന്നത്. ഇപ്പം മഴ സമയം ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്, എങ്കിലും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയാണ് ഭഗവാൻ പരബ്രഹ്മമൂർത്തിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ ശിവൻ, യോഗീശ്വരൻ, ഭദ്ര എന്നിവയുടെ എല്ലാം സാന്നിധ്യമുണ്ട്. ഇവിടെ നിലവിളക്ക് സമർപ്പിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുമെന്ന് പറയപ്പെടുന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ നിലവിളക്ക് സമർപ്പണത്തിന് എത്തുന്നത്. നിലവിളക്കുമായി ഈ ആൽത്തറയെ വലം വെച്ച് തിരിച്ച് എത്തുമ്പോൾ, അതായത് 108 നമഃശിവായ മന്ത്രം ജപിച്ച് വേണം വിളക്ക് സമർപ്പിക്കുവാൻ. അതിനായി ഓരോ കല്ലുകൾ ഇവിടെ പാകിയിട്ടുണ്ട്. ആ കല്ലുകളിൽ ഓരോ പദം വെച്ച് 108 നമഃശിവായ മന്ത്രം ജപിച്ച് തിരിച്ചെത്തിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. അങ്ങനെ ഇവിടെ വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതാണ് ആ പ്രദക്ഷിണ വഴി. ഓരോ കല്ലുകളിലും ചവിട്ടി നമ്മൾ തിരിച്ച് നടയിലെത്തുമ്പോൾ 108 നമഃശിവായ മന്ത്രം ജപിച്ചിരിക്കും. ഇവിടെ 108 കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്കും 108 നമഃശിവായ മന്ത്രങ്ങൾ ജപിച്ചിരിക്കുമെന്നാണ് കണക്ക്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടുത്തെ സങ്കല്പം. അതുപോലെ ഭക്തർക്ക് തനിയെ ഇവിടെ ജലധാര നടത്താവുന്നതാണ്. അതാണ് ഇവിടെയാണ് ഭക്തർക്ക് തനിയെ ജലധാര നടത്താൻ പറ്റുന്ന സ്ഥലം. മഴയായതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ജലധാര നടത്തുന്നത് കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഭക്തർ, നിരവധി ആൾക്കാർ വന്ന് ജലധാര നടത്തുന്നത് ഞാൻ മറ്റു വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. ഞാനീ മറ്റു വീഡിയോകളിലൂടെ കണ്ടാണ് ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത്. അറിഞ്ഞപ്പം ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ വന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായുള്ള പൂജാവിധികളാണ് ഇവിടെയുള്ളത്. താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാവിധികളുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് നേരിട്ട് അഭിഷേകം ചെയ്യുവാനോ ജലധാര നടത്താനോ ഒന്നും സാധിക്കുകയില്ല. എന്നാൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പൂജാവിധികളുള്ള ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് തന്നെ പൂജ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. പുരുഷന്മാർക്ക് പ്രവേശനമുണ്ട്, എങ്കിലും 3 ദിവസത്തെ വ്രതം എടുത്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ഇത് അവിടുത്തെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്.
നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇപ്പോൾ പിന്നെ മഴ സീസൺ ആയതുകൊണ്ടാണ് ആൾക്കാരുടെ എണ്ണം കുറവായത്. എങ്കിലും താരതമ്യേന ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കാണണം. അതുപോലത്തെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഇടമാണ്. പ്രകൃതി തന്നെ ഒരു ക്ഷേത്രമായിട്ട് നിൽക്കുന്ന രീതിയിലായതിനാൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കഴിഞ്ഞ 8 മാസം മുമ്പ് ചെയ്തതാണ്. ഈ കല്ല് പാകിയതും അലങ്കാര ഗോപുരവും ഇതെല്ലാം. പിന്നെ ഇവിടെ ഓരോ നക്ഷത്രക്കാരുടെയും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും എടുക്കാൻ സാധിച്ചില്ല, കാരണം ഇവിടെ ക്ഷേത്ര കോമ്പൗണ്ടിന് ചുറ്റുമാണ്. മറ്റേ ഓച്ചിറയിലാണെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഓച്ചിറയിലാണെങ്കിൽ ചുറ്റും നടന്നു കഴിയുമ്പോഴത്തേനും ഫുൾ 27 വൃക്ഷം നമുക്ക് കിട്ടും. ഇത് കോമ്പൗണ്ട് ഫുള്ളിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്തില്ല. അതുപോലെ എന്നും അന്നദാനം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ. എന്നും അന്നദാനമുണ്ട്. ഇവിടേക്ക് മാന്നാർ വഴിയും ചെങ്ങന്നൂർ വഴിയും വരാൻ സാധിക്കും. മാന്നാർ വഴി വരുന്നവർ മുട്ടേൽപ്പടി ജംഗ്ഷനിൽ നിന്ന് ഒരു ഏകദേശം 100 മീറ്റർ നടക്കാനുള്ളതേ ഉള്ളൂ. ചെങ്ങന്നൂർ വഴി വരുന്നവർ ബുധനൂർ തോപ്പുംപടി ചന്തയിൽ നിന്ന് ഒരു ഏകദേശം 1/2 കിലോമീറ്ററിൽ അധികം നടക്കാനുണ്ട്. മാന്നാർ വഴി വരുന്നതാണ് നല്ലത്. അതായത് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് വഴി മാന്നാർ വഴിയാണ് കിടക്കുന്നത്. ചെങ്ങന്നൂർ വഴി വരുവാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗത്താണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.